കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൽ ഓടുന്ന ഏറ്റവും നല്ല രസകരമായ ഒരു ട്രോളും സോഷ്യൽ മീഡിയയിലെ ബഹളവുമെല്ലാം ബിന്ദു അമ്മണി കപ്പ കഴിക്കുമോ, ബിന്ദു അമ്മണി ബീഫാണോ കഴിച്ചത്, കനകദുർഗ ബീഫിൻ്റെ കൂടെ പെറോട്ടയാണോ കഴിച്ചത്, കപ്പയാണോ? ബിന്ദു അമ്മണി പറയുന്നു എനിക്ക് കപ്പയാണ് ഇഷ്ടം, അതുകൊണ്ട് ബീഫും കപ്പയാണ് എനിക്കിഷ്ടം. അപ്പോൾ NK പ്രേമേന്ദ്രൻ അവർ ഇതിനകത്തൊരു കമൻറ്റ് പറഞ്ഞപ്പോഴാണ് ഇത് വല്ലാതെ കത്തിയത്. അതിനു മുമ്പേ ഷിബു ബേബി ജോൺ പറഞ്ഞായിരുന്നു. പക്ഷേ ഷിബു ബേബി ജോൺ അല്ലേ പറയുന്ന, അത് എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ എന്ന് വിചാരിച്ച് അത് വളരെ തമാശ രൂപത്തിൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും പിന്നെ കമ്മികളും ഒക്കെ എടുത്ത് ഷിബു ബേബി ജോൺ പറയുന്നത് നമ്മളാരാ മറുപടി പറയുന്നത്. അതേസമയം NK പ്രേമചന്ദ്രൻ പറഞ്ഞപ്പോൾ, പരനാറി പറഞ്ഞപ്പോൾ, കൊലം കുത്തി വീട് വിട്ടുപോയവൻ വർഗവഞ്ചകൻ, അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ വിട്ടില്ല. അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ പൊങ്കാലമയം, പൊങ്കാലയോട് പൊങ്കാല. അപ്പോൾ പൊങ്കാല കടുത്തപ്പോൾ ശ്രീ NK പ്രേമേന്ദ്രൻ വന്ന് വീണ്ടും പറഞ്ഞു, എൻ്റെ അഭിപ്രായമല്ല, ഇത് ഷിബു ബേബി ജോണും, ശ്രീ ഷിബു ബേബി ജോണും മുൻമന്ത്രിയാണ്, RSPയുടെ വലിയ നേതാവാണ്, പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ് ഇത് പറഞ്ഞത്. അത് ഞാൻ കോട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഈ കനകദുർഗയും ബിന്ദു അമ്മിണിയെയും പോലീസ് ജീപ്പിലാണ് കൊണ്ടുപോയത്, ശരിയാണ്. പോലീസിൻ്റെ അകമ്പടി ഉണ്ടായിരുന്നു, ശരിയാണ്. ഇരുട്ടത്താണ് കയറ്റിയത്, ശരിയാണ്. 18-ാം പടിയിൽ കൂടെ അല്ല, അത് ശരിയാണ്. ഇരുമുടി കെട്ടില്ലായിരുന്നു, അത് ശരിയാണ്. ഇതെല്ലാം ശരിയാണ്. പിന്നെ നടന്നത് എന്താണെന്ന് വെച്ചാൽ രസകരമായ കാര്യം, ഇവർ പാലായിലെ ഗസ്റ്റ് ഹൗസിലാണോ കോട്ടയം TVയിൽ വെച്ചാണോ കപ്പയും ബീഫുമാണോ കഴിച്ചത്, ബെറോട്ട ബീഫുമാണോ കഴിച്ചത്? ഇത് കഴിച്ചവരാണ് പറയേണ്ടത്, വാങ്ങിക്കൊടുത്തവരാണ് പറയേണ്ടത്. പക്ഷേ ഇപ്പോൾ അറിഞ്ഞ് കണ്ടുകേട്ടവരാണ് പറയുന്നത്. ഒന്നുകിൽ പോലീസുമാർ രഹസ്യമായി ഈ വിവരം പ്രതിപക്ഷ നേതാവിനെയും NK പ്രേമേന്ദ്രനെയും ഷിബു ബേബി ജോണിനെയൊക്കെ അറിയിച്ചപ്പോൾ പറ്റിച്ചു. കാരണം ചുമ്മാ പറഞ്ഞതായിരിക്കും. ദോശയും ചമ്മന്തി അരി അല്ലെങ്കിൽ ബെറോട്ടയും ചമ്മന്തി ആയിരിക്കും വാങ്ങിച്ചു കൊടുത്തത്, അല്ലെങ്കിൽ മുട്ടക്കറിയും കഴിച്ചുകൂടല്ലോ, വെജിറ്റബിൾ കറി ആയിരിക്കും. പക്ഷേ അതിനെ ബീഫാക്കി. എന്തായാലും ബീഫ് കത്തുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് അപ്പോൾ സുരേന്ദ്രൻ്റെ ബീഫ് ഇറങ്ങിയിട്ടുണ്ട്. സുരേന്ദ്രൻ ബീഫ് കഴിക്കും, ഉള്ളി കഴിക്കും എന്നൊക്കെ പറഞ്ഞ് സുരേന്ദ്രനെയും ട്രോളിയിട്ടുണ്ട്. എന്തായാലും ശബരിമല അയ്യപ്പൻ സോഷ്യൽ മീഡിയയും കൂടി സജീവമായി നിർത്തുന്നുണ്ട്. അതിൽ NK പ്രേമചന്ദ്രൻ അവർ ഇത് പറഞ്ഞപ്പോൾ വലിയ വാർത്തയായി. അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനമാണ്. അദ്ദേഹം സംഘിയാണ്, ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പിന്നെ കൊങ്ങിയാവും, സംഘിയാണ്. അദ്ദേഹത്തെ റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്നുള്ള ഒരു വിപ്ലവ പാർട്ടിയുടെ പേരും വച്ചിട്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സംഘി പ്രവർത്തനം നടത്തുന്നത്? നിങ്ങൾ അരസംഖ്യയാണോ, മുഴുസംഖ്യയാണോ, വട്ട് സംഖ്യയാണോ, പ്രാന്ത് സംഖ്യയാണോ, എന്ത് സംഖ്യയാണ് താങ്കൾ എന്നുള്ള നിലയിൽ വലിയ ആക്ഷേപമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. എന്തായാലും ഒരു കാര്യം സമ്മതിച്ചു, ബീഫ് കഴിച്ചാലും ബീഫ് കഴിച്ചില്ലെങ്കിലും NK പ്രേമേന്ദ്രൻ അവർ പറഞ്ഞതിൽ ഉറച്ചു നിന്നു, പാറ പോലെ. ഞാൻ പത്രസമ്മേളനം നടത്തി, അദ്ദേഹം കാര്യം കണ്ടു, അതിനുശേഷവും കണ്ടു. വിവാദങ്ങളായതിനു ശേഷവും ഇത് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും പൊങ്കാല വന്നതിന് ശേഷവും അതും ആസ്വദിച്ചുകൊണ്ട് അദ്ദേഹം പൊങ്കാല പായസവും കഴിച്ചുകൊണ്ട് അദ്ദേഹം വന്ന് പറഞ്ഞു, ശരിയാണ്, ഞാൻ ഒരിക്കൽ പറഞ്ഞ് ശരിയാണ്, പക്ഷെ അത് എൻ്റെ അഭിപ്രായമല്ല. എൻ്റെ പാർട്ടിയിലെ മറ്റൊരു സീനിയർ നേതാവായ ഷിബു ബേബി ജോൺ, എൻ്റെ മുന്നണിയിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ എന്നിവർ പറഞ്ഞതിനെ ഞാൻ കോട്ട് ചെയ്യുന്നതാണ് ചെയ്തത്. പക്ഷേ അവിടെ പ്രസംഗിച്ചപ്പോൾ അക്കോർഡിംഗ് ടു എന്ന് പറഞ്ഞില്ല. അതെൻ്റെ കുറ്റമല്ല, പ്രസംഗത്തിൽ അങ്ങനെ പറയാൻ എനിക്ക് സൗകര്യമില്ല. ഇപ്പം ഞാനിതാ പറയുന്നു, ഇവർ രണ്ടുപേരുമാണ് ഇതിനകത്ത് പ്രതികളെന്ന്. അപ്പോൾ ഇനി 3 പേരുണ്ട്. ആരാണ് ബീഫ് വെച്ചത്, ആരാണ് ബീഫ് കൊണ്ട് കൊടുത്തത്? ബിന്ദു അമ്മിണിക്കും കനകദുർഗയ്ക്കും ബീഫും ബെറോട്ട പൊളിച്ച് അല്ലെങ്കിൽ ചെറുതാക്കി കഷ്ണങ്ങളാക്കി ബീഫ് ചാറിൽ മുക്കി കൊടുത്തത് ആര്, ഏത് പോലീസുകാരൻ, ആരാണിത് ചെയ്തിരിക്കുന്നതെന്നുള്ളത് ശബരിമല അയ്യപ്പൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് കാലം തെളിയിക്കും. എല്ലാ കാര്യവും അയ്യപ്പൻ പുറത്തെടുത്തിടുന്നു. ഇപ്പോഴിതാ ബീഫിൻ്റെ കാര്യവും വന്നു, ബെറോട്ടയുടെ കാര്യവും വന്നിട്ടുണ്ട്. ഇനി ആരെടുത്ത് കൊടുത്തു, എവിടെ വെച്ച് കൊടുത്തു, എത്ര എണ്ണം കൊടുത്തു, എത്ര കഴിച്ചു, അതിൻ്റെ ബാലൻസ് ആര് കഴിച്ചു എന്നുള്ളതിൻ്റെ കണക്കുകൾ കൃത്യമായി വരും.